അപ്പോൾ ഗൈസ് നമുക്കിന്ന് 2 ഫ്രീ സ്പിൻ ഉണ്ട്. അതായത് ഇപ്പോൾ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ബോക്സ് ഡ്രോയിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ടാർഗറ്റ് എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ കൂടിയും റാഷ്ഫോർഡിന് കിട്ടാണ്ടിരുന്നാൽ മതി. നമുക്ക് ഓൾറെഡി നമ്മൾ സൈനിങ് കോൺട്രാക്റ്റ് വെച്ച് റാഷ്ഫോർഡിന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റാഷ്ഫോർഡിന് തന്നെ നമുക്ക് വീണ്ടും അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേണ്ടാന്ന് പറയുന്ന കാർഡായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. അപ്പോൾ റാഷ്ഫോർഡിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ റാഷ്ഫോർഡിൻ്റെ ഇതേ കാർഡ് തന്നെയാണ് നമ്മൾ ആ പഴയതും ആ സ്പിന്നിൽ കിട്ടിയത് നമുക്ക്. അതായത് നമ്മൾ സൈനിങ് കോൺട്രാക്റ്റ് എടുത്ത പ്ലെയർ ആളും പൊൾഫിക് വിങ്ങർ തന്നെയായിരുന്നു. അപ്പോൾ ഇതിന് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ആൾക്ക്, ആ പഴയ കാർഡിന്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റിങ്ങും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രീ സ്പിന്നിലേക്ക് പോകാം, അതായത് നമ്മുടെ ഡെയിലി ബോക്സ് ഡ്രോയ്ക്ക്. അപ്പോൾ ഇതിൽ ടാർഗറ്റ് എന്ന് പറയാൻ ഈ എപ്പിക് പ്ലേയേഴ്സ് തന്നെ. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഈ തുർക്കിയുടെ പ്ലെയർ, അതുപോലെ തന്നെ ഈ ഫ്രാൻസിൻ്റെ പ്ലെയർ റൈക്കാർഡ്, അതുപോലെ തന്നെ ഇത് ഏതാ ജപ്പാൻ്റെ പ്ലെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് ആ ബ്രിസ്കയിലുള്ള ഫ്രാൻസിൻ്റെ പ്ലെയറും അതുപോലെ തന്നെ നമ്മുടെ റൈക്കാർഡാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയത് ഈ തുർക്കിയുടെ ഈ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ഈ റെക്കോർഡിങ് കിട്ടിയില്ല, അത് ഓട്ടോമാറ്റിക് റെക്കോർഡിങ് ഓഫായി പോകുന്നു. അതുകൊണ്ടാണ് ആ സ്പിന്ന് കിട്ടാണ്ടിരുന്നത്. അത് തന്നെയാണ് ഇഷ്യൂ. അതാണ് നമ്മൾ ഗെയിം പ്ലേ ഒന്നും ഇടാത്തത്. അപ്പോൾ ഈ ഫ്രാൻസിൻ്റെ പ്ലെയർ ബ്രിസ്കകളൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ റൈക്കാർഡ് നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.